എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടല്ലേ, ഈ തണുപ്പത്ത് ഇവിടെ നല്ല തണുപ്പാണ്. ഈ തണുപ്പത്ത് വെളിച്ചെണ്ണ നല്ല കട്ടയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മില്ലിൽ നിന്നൊക്കെ ആട്ടിയ വെളിച്ചെണ്ണ വാങ്ങൂലേ, ആ ഒരു വെളിച്ചെണ്ണയാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കട്ടയായിട്ടുള്ളത്. അപ്പം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂട് തട്ടിയാൽ ഉരുകി കിട്ടും. അടുപ്പത്ത് വെച്ചങ്ങാണ്ട് ചൂടാക്കുകയാണ് കേട്ടോ. ചൂടാക്കിയാൽ ഇത് ഉരുകി കിട്ടും. അപ്പോൾ നമുക്കിത് വെളിച്ചെണ്ണ പാര. അപ്പോൾ നമ്മളെ ചിക്കൻ കറീൻ്റെ റെസിപ്പി ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഇതുപോലെ ആരെങ്കിലും ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ടോ ഒന്ന് പറയണേ. അപ്പോൾ അതാ അടുപ്പത്ത് തീയിൻ്റെ അവിടെ ഇങ്ങനെ കാണിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് സമയം അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ അടുത്ത് വെക്കുകയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ നമ്മളെ ഈ കുപ്പി നമുക്ക് എണ്ണ ലൂസായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് സമയം ചൂടത്ത് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ അത് ഉരുകി കിട്ടും. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഉരുകിയിരിക്കണ്. അപ്പോൾ അതിക്ക് നമ്മൾ ചട്ടിക്ക് ഒഴിച്ചു കൊടുത്തു. നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കട്ടോ. ഉലുവ ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഉലുവ ഒന്ന് പൊട്ടണം. അപ്പോൾ തക്കാളി ഉണ്ട്, ഇതൊന്ന് നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കണം. പിന്നെ ഉള്ളി ഒക്കെ നുറുക്കി വെച്ചിക്കണേ. ചിക്കൻ അതാ ഞാൻ വെള്ളത്തിൽ കഴുകി വീണ്ടും വെള്ളത്തിലിട്ട് വെച്ചിക്കണേ. പിന്നെ അതാ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ നുറുക്കിയിട്ട് ഇങ്ങനെ കഴുകി ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ എത്രയാണോ ചിക്കൻ അതിനനുസരിച്ച് എടുക്കട്ടോ. പിന്നെ അപ്പോൾ ഈ ഉലുവ പൊട്ടിയിട്ട് അതിൽ നമുക്ക് പിന്നെ നമ്മളെ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ചിക്കൻ കറീൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഉള്ളി നല്ലോണം അങ്ങോട്ട് ഗോൾഡൻ കളർ പോലെ ആകണം. അപ്പോൾ ഈ ഉലുവയിൽ കിടന്നിട്ട് പിന്നെ ഈ ഉലുവ എന്ന് പറയുമ്പോൾ ഉലുവ നല്ലോണം ചിക്കൻ കറിയിൽ ഇട്ടാൽ ടേസ്റ്റും കൂടും, ഒരുപാട് ഗുണമാണ് കേട്ടോ. ഉലുവ ചിക്കൻ കറിയിലിട്ട് അവിടെ കുട്ടികൾക്കൊക്കെ ഉലുവ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഉലുവ എത്രയായാലും നല്ലതാണ്, നമ്മളെ ശരീരത്തിന് നല്ലതാണ്. പിന്നെ അതാ കുറച്ച് എന്താ പറയുക, ഒരു ഗരം മസാല പൊടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒന്ന് ചെറുതായിട്ട് ചതച്ചത്, ഏലക്കായ, ഗ്രാമ്പൂ, പിന്നെ ഒരു ഇതിൻ്റെ കഷ്ണലുണ്ട്. അപ്പോൾ ജാതിക്ക അത് ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഗ്രാമ്പൂവിൻ്റെ ഒക്കെ ഒരു ചൊവ്വ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതിട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ഈ നമ്മൾ ഈ ഉള്ളി ഉണ്ടല്ലോ നല്ലതുപോലെ ഈ എണ്ണയിൽ കടന്നുകാണ്ട് ഒരു ഗോൾഡൻ കളർ പോലെ അങ്ങോട്ട് വരണം. പിന്നെ ഇത് കണ്ടോ, ഇത് മല്ലിച്ചപ്പിന് പകരം ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് നുറുക്കിയിടണം. നമ്മളെ കരിവേപ്പിൻ്റെ ഇല ഇടണം, അതണ്ടേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഇലയും അതുപോലെ തന്നെ കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് അതും കൂടെ ഒന്നങ്ങോട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം നല്ലോണം എണ്ണയിൽ കടന്ന് പോകണം കേട്ടോ. ഈ സമയത്ത് പച്ചമുളക്, ഇഞ്ചി അതുപോലുള്ള സാധനങ്ങളൊക്കെ ചതച്ചെടുത്തു. ഇനി ആ ജാറിലേക്ക് നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി ഒന്നങ്ങോട്ട് ഫ്രഷ് ചെയ്ത് ഒന്ന് ചതച്ച് ജ്യൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ നല്ലപോലെ പച്ചമുളകൊക്കെ പോയി വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇതിട്ട് കൊടുക്കട്ടോ. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ പറയുമ്പോൾ ഈ എണ്ണയിൽ കടന്നുകാണ്ട് വേണം ഇതിൻ്റെ പച്ചമണം പോയി കിട്ടാൻ. അപ്പോൾ സാവധാനം ഇതിൻ്റെ പച്ചനീര് ഇങ്ങനെ വറ്റിച്ചെടുക്കണം. ഈ പച്ചനീര് വറ്റുന്നിടത്തോളം ഇതിൻ്റെ പച്ചമണം മാറും കേട്ടോ. എന്നിട്ട് ഒന്നുകൊണ്ട് വറ്റിയതിന് ശേഷം നമ്മൾ ഈ ഗ്രേവി ഉണ്ടല്ലോ തക്കാളീൻ്റെ അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആ മിക്സിൻ്റെ ജാറൊന്ന് തുടച്ചിട്ടേക്കൊന്ന് ഇട്ട് കൊടുക്കട്ടെ. പിന്നെ നമ്മളെല്ലാ മസാലകളും വഴന്ന് കിട്ടിയതിന് ശേഷം നമ്മളെല്ലാ മസാലകളും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുളകും പൊടി പാകത്തിന്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല ഇടേണ്ട കാരണം നമ്മൾ അതിൻ്റെ പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്.
പെരുംജീരകം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകിയിട്ടുള്ള ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ. ചിക്കൻ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെള്ളം, നമ്മുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഉപ്പ് ഇടണം. അത് മാത്രമല്ല, ഇനി നമുക്കിതിലേക്ക് ചാറ് വേണമെങ്കിൽ, ഞങ്ങളിവിടെ ചപ്പാത്തിക്കൊക്കെയാണ് ഈ കറി ഉണ്ടാക്കണത് കേട്ടോ. ചപ്പാത്തി ഉണ്ട്. അപ്പോൾ അതിക്ക് നമുക്ക് ചാറ് വേണ്ടേ, കുറച്ച് കറി വേണം. നല്ല ഗ്രേവി ആവും ചെയ്യരുത്. ഗ്രേവിക്കറി അല്ല കേട്ടോ, ഒന്ന് ചെറിയൊരു ചാറ് കൊടുക്കാനുള്ളൊരു കറി. അപ്പോൾ അതിനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിലേക്ക് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അതിൻ്റെ മുന്നേ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചൂടുള്ള വെള്ളമാണ് ഇപ്പം ഇതിലേക്ക് ചാറിന് വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. എത്രയാണ് കറി വേണ്ടത്? കുറേയൊന്നും വേണ്ട, കുറച്ച് മതി. ഇനി ഇതിൽ തന്നെ ഉണ്ടാവും കറി. കറി പോയിട്ടോ ഇവിടെ അങ്ങനെ ഇതിന് പോവാണ്. ചെറിയ കലം ആയാൽ അങ്ങനെയാണ് കേട്ടോ, ഇതിന് പോകും. ഉപ്പൊക്കെ ഇട്ട് ഇളക്കി ഇതാന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം. വേവണീൻ്റെ മുന്നേ എന്താ പറയുക, വാങ്ങി വെക്കണതിൻ്റെ മുന്നേ വെന്ത് കിട്ടുന്നതിൻ്റെ കുറച്ച് മുന്നേറ്റ് ഒരു പിടി കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് നല്ലോണം വേവിക്കുക. അപ്പോൾ കണ്ടോ, നമ്മളെ കറിയിൽ നല്ല ഗ്രേവിയൊക്കെ ആയി വന്നിട്ടുണ്ട്. നമ്മളിതൊരു ഗരം മസാലയ്ക്ക് പകരം തിപ്പല്ലി, കറുകപ്പട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ചതച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിപ്പോൾ നമുക്ക് ചപ്പാത്തിക്ക്, പൂരിക്ക്, അതുപോലെയുള്ള ചോർക്കൊക്കെ കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ചപ്പാത്തി ആണ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് ചൂടാക്കുക ചെയ്യണം. അത് വെറുതെ കളയണ്ടല്ലോ, കളഞ്ഞ് പോകണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ആ ചപ്പാത്തി എടുത്തിട്ട് ചൂടാക്കുകയാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തി ചുട്ട് ഫ്രിഡ്ജിൽ വെക്കാതിരിക്കുക. ചുട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ അത് പറ്റൂല. അപ്പോൾ അത് ഞാൻ ചുട്ട് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ചൂടാക്കി എടുക്കുന്നത്. ആവിയിൽ വേവിച്ചാലും മതി, ആവി കാണിച്ചാലും മതി കേട്ടോ. ആവി കാണിച്ചാൽ പിന്നെ കുഴഞ്ഞു പോവും. അപ്പോൾ ചട്ടിയിൽ ഇങ്ങനെ ചൂടാക്കി എടുത്താൽ ഒരു മുരി പോലെ ആയിട്ട് പപ്പടം പൊട്ടും പോലെ പൂരി പോലെ ആയി കിട്ടും. അതിനാണ് ഞാൻ ചട്ടിയിൽ ചൂടാക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കണ്ടോ, അതൊരു പൂരി പോലെ പൊട്ടണ മാതിരിയാക്കി ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ആവിക്ക് വേവിക്കുകയാണെങ്കിൽ എന്താവും, ചപ്പാത്തി കുഴഞ്ഞുകൊണ്ടാവും, അങ്ങനെ ടേസ്റ്റ് ആവും. എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ അതാ ഞാനിതിൽ പൊട്ടിച്ചിട്ടിട്ട് കറി ഒഴിക്കുകയാണ്. ഇത് ഉച്ചയ്ക്ക് ചോറിനും കൂടെ ഉള്ള കറിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഇനി വരും. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും എല്ലാം വേണം, എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി എന്ന് കമൻറ്റ് ചെയ്യണം. കറി ഇഷ്ടമായിക്കണമെങ്കിൽ ഇതുപോലുള്ള കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇതുപോലുള്ള റെസിപ്പികൾ